Hello there, how is it going? Welcome back to yet another craft vlog. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യുന്ന ഒരു ഹാൻഡ് നിറ്റഡ് മാഷ്മെല്ലോ ബാഗാണ്. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. കുറേ നാളായിട്ട് പിൻട്രസ്റ്റിൽ ഞാൻ ചെയ്യണമെന്ന് വെച്ചിരിക്കുകയായിരുന്നു ഈ മാഷ്മെല്ലോ ബാഗ്സ്. അപ്പോൾ ഫൈനലി അത് ചെയ്യാം. അപ്പോൾ ഞാൻ 500 grams ട്യൂബുല ചങ്കി യാർണാണ് യൂസ് ചെയ്തേക്കുന്നത്. ഇത് ആമസോണിലും അവൈലബിൾ ആണ്. ആദ്യം തന്നെ നമുക്കതിൻ്റെ എൻഡിൽ ഒരു നോട്ട് ഇട്ട് കൊടുക്കാം. അതിനുവേണ്ടി ഞാൻ കുറച്ച് കോട്ടൺ എടുത്ത് മാറ്റിയിട്ട് എൻഡ് ടൈ ചെയ്ത് കൊടുത്തു, ജസ്റ്റ് ലൈക്ക് ദിസ്. ഇനി നമുക്ക് ഫസ്റ്റ് ഒരു സ്ലിപ്പ് നോട്ടിൽ തുടങ്ങാം. സ്ലിപ്പ് നോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ എടുത്ത് ഒരു ചെയിൻ ലൂപ്പ് ഉണ്ടാക്കുക. എൻ്റെ പ്രീവിയസ് വീഡിയോയിലും സ്ലിപ്പ് നോട്ട് എങ്ങനെ ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ട്, അത് ഞാൻ ലിങ്ക് താഴെ കൊടുക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റത്തെ ലൂപ്പ്. ഈ ലൂപ്പിൽ നിന്നാണ് നമ്മൾ ഇനി മോർ ലൂപ്സ് ഉണ്ടാക്കാൻ പോണേ. ടോട്ടൽ 6 ലൂപ്സാണ് നമുക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഫസ്റ്റത്തെ ലൂപ്പിൽ നിന്ന് സെക്കൻഡ് ലൂപ്പ്, അതിൽ നിന്ന് തേർഡ്, അങ്ങനെ ടോട്ടൽ വി ഹാവ് ടു മേക്ക് 6 ലൂപ്സ്. അപ്പോൾ നമ്മൾ 6 ലൂപ്സ് ചെയ്തിട്ടുണ്ട്. 1 2 3 4 5 6. ഇനി ഓരോ ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടെ നമുക്ക് പുതിയ ലൂപ്പ് ചെയ്തെടുക്കണം ബാഗിൻ്റെ സൈഡ് ബേസിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇതുപോലെ ഞാൻ യാണിൻ്റെ എൻഡ് എടുത്തിട്ട് അടുത്ത ലൂപ്പിൻ്റെ ഉള്ളിലൂടെ വീണ്ടും പുതിയ ലൂപ്പ് ഉണ്ടാക്കി. ഇനി അതുപോലെ ഓരോ ലൂപ്പിൻ്റെ ഉള്ളിലൂടെ നമ്മൾ പുതിയ ഇതുപോലത്തെ ലൂപ്സ് ഉണ്ടാക്കണം. അപ്പോൾ നമ്മുടെ ബേസ് ലൂപ്പിൻ്റെ ഒരു എൻഡിൽ നമ്മൾ ടോട്ടൽ 6 ലൂപ്സ് ഇതുപോലെ ഉണ്ടാക്കണം. ഇനി ഇതുപോലെ തന്നെ നമ്മുടെ ബേസ് ലൂപ്പിൻ്റെ ഓരോരോ ജോയിൻറ്റിൽ കൂടെ പുതിയ ലൂപ്പ് ഉണ്ടാക്കണം ഇതുപോലെ. അങ്ങനെ ഇപ്പം നമുക്ക് ടോട്ടൽ 12 ലൂപ്സ് കിട്ടും. ചെറിയ നൂലെടുത്തിട്ടുണ്ട്. ഇത് ജസ്റ്റ് നമുക്ക് ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എത്ര റോസ് കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ ടോട്ടൽ ഇനി 6 റോസാണ് അപ്വേർഡ്സ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതൊന്ന് ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഈ നൂല് കെട്ടുന്നത്. ഇത് ഓപ്ഷണലാണ്. ഇതിപ്പോൾ എൻ്റെ സെക്കൻഡ് റോ സ്റ്റാർട്ട് ചെയ്യുന്നിടത്താണ് ഞാൻ ഈ നൂല് കെട്ടിയിരിക്കുന്നത്. അപ്പോൾ എനിക്കറിയാൻ പറ്റും 6 റോസ് കംപ്ലീറ്റ് ആവുന്നത് എപ്പോഴാണ്. ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് ലാസ്റ്റുള്ളൊരു കൺഫ്യൂഷൻ നമുക്ക് ഒഴിവാക്കാം. ഇനി അങ്ങോട്ട് നേരത്തെ ചെയ്ത സെയിം പ്രോസസ്സ് തന്നെയാണ്. ഞാൻ്റെ എൻഡ് കൊണ്ട് നെക്സ്റ്റ് ലൂപ്പ് ഉണ്ടാക്കുക, അതിൻ്റെ എൻഡിൽ നിന്ന് നെക്സ്റ്റ് ലൂപ്പ് ഉണ്ടാക്കി പോവുക. ജസ്റ്റ് മേക്ക് ഷുവർ നമ്മുടെ ഓരോ ലൂപ്സും ഏകദേശം ഒരേ സൈസ് ആയിരിക്കണം. പിന്നെ ഒത്തിരി ലൂസ് ആവാനും പാടില്ല, അല്ലെങ്കിൽ അതിൽ ഹോൾസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ബാഗ് അത്ര ഭംഗിയായിട്ട് വരില്ല. ഒത്തിരി ലൂസ് ആക്കാതെ ആവശ്യത്തിന് ടൈറ്റൻ ചെയ്ത് വേണം ഓരോ ലൂപ്സും നമ്മൾ ചെയ്യാൻ. അപ്പോൾ എൻ്റെ സെക്കൻഡ് റോ കംപ്ലീറ്റ് ആയി കഴിഞ്ഞ് ഇതുപോലെ തന്നെ ഞാൻ തേർഡ് റോയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് ഞാൻ എൻ്റെ നൂല് മാറ്റിക്കെട്ടും എവിടെയാണോ ഞാനെൻ്റെ തേർഡ് റോ സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ. നമുക്ക് ഹാഫ് ആൻ അവറിൻ്റെ ഉള്ളിൽ തന്നെ ഈ ബാഗ് ചെയ്തെടുക്കാവുന്നേ. എല്ലാ റിപ്പിറ്റേറ്റീവ് സ്റ്റെപ്സ് തന്നെ ആയതുകൊണ്ട് പ്രത്യേകിച്ച് കോംപ്ലിക്കേഷൻ ഒന്നുമില്ല. ചെയ്ത് വരുമ്പോൾ നമുക്ക് മനസ്സിലാവും ബാഗിൻ്റെ പുറത്ത് വേറൊരു ഡിസൈനും ഉള്ളിലാണ് ബ്രെയ്ഡഡ് ഡിസൈൻ വരുന്നതെന്ന്. അപ്പോൾ നമ്മൾ ലാസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ബാഗ് തിരിച്ചെടുക്കുകയാണ്, ഫ്ലിപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത് നമ്മൾ.
ഫൈനലി ഞാൻ എൻ്റെ 6th റോ എത്തിയിട്ടുണ്ട്. ഇനി 6th റോ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ബാഗ് ഫ്ലിപ്പ് ചെയ്യാറാവും. ഇപ്പോൾ ഓൾറെഡി ഇങ്ങനെ കുറച്ച് ക്രംബിൾഡ് പോലെ തോന്നും, പക്ഷേ നമ്മുടെ ബാഗ് ടൈറ്റനായിട്ട് ചെയ്തുകൊണ്ടാണ്. സോ ദാറ്റ് അതിനകത്ത് മിനിമം നമ്പർ ഓഫ് ഹോൾസേ കാണത്തുള്ളൂ. Now that my 6th row is done, നമുക്ക് ബാഗ് ഫ്ലിപ്പ് ചെയ്യാം. ഇനി പതിയെ ഇതുപോലെ തിരിച്ചെടുക്കുക. ഇനി പുറത്തത്തെ ഡിസൈൻ ഇഷ്ടമുള്ളവർക്ക് അത് കീപ്പ് ചെയ്യാം, അല്ലെങ്കിൽ ബ്രൈഡഡ് ഡിസൈനാണ് കൂടുതൽ ഇഷ്ടമെങ്കിൽ നമുക്ക് ഫ്ലിപ്പ് ചെയ്ത് ഇങ്ങനെ എടുക്കാം. എന്നിട്ട് ഞാനതൊന്ന് എല്ലാം ലൂപ്പ് കറക്റ്റ് ആണോ, അവിടെ എവിടെയും വിട്ടുപോയിട്ടില്ലല്ലോ എന്നൊക്കെ ഒന്ന് നമുക്ക് ഒതുക്കി വയ്ക്കാം. ആൻഡ് ഐ ക്രോസ് ചെക്ക് എല്ലായിടത്തും 6 ലൂപ്സ് തന്നെ ഇല്ലേന്ന് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ബാഗിൻ്റെ മൗത്ത് സെറ്റ് ചെയ്യണം. ഇനി ബാഗിനൊരു സ്നാച്ച് ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ആ യാണിൻ്റെ എൻഡ് എടുത്ത് ഞാൻ ഈ അവസാനത്തെ റോയിലെ ഓരോ ലൂപ്പിൻ്റെ ഉള്ളിലൂടെ ഇതെടുത്തിട്ട് ലാസ്റ്റ് മുറുക്കും. അപ്പോൾ ഒരു സ്നാച്ച് ലുക്ക് ബാഗിന് കിട്ടും. ഓരോ ലൂപ്പിൽ കൂടെ ഇതുപോലെ യാണിൻ്റെ എൻഡ് നമ്മൾ വലിച്ച് എടുക്കണം. എന്നിട്ട് ലാസ്റ്റ് നമ്മളത് മുറുക്കും. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ അത് ടൈറ്റൻ ചെയ്ത് കൊടുക്കാം. നൂലിൻ്റെ ആവശ്യം കഴിഞ്ഞുകൊണ്ട് നമുക്കിനി ഇത് അഴിച്ചു മാറ്റി വയ്ക്കാം. അത്യാവശ്യം സ്പേഷ്യസ് ആണ് ഫോർ എ DIY ബാഗ്. ആൻഡ് ടു ഫൈനലി ഫിനിഷ് ദ ബാഗ് നമുക്കിനി അതിൻ്റെ ചെയിൻ ചെയ്യണം. അതിന് വേണ്ടിയിട്ട് എൻഡിൽ നിന്ന് ഞാൻ ഇതുപോലെ പുതിയ സിമ്പിൾ ലൂപ്സ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഒരു ബ്രൈഡഡ് ലുക്കുള്ള ചെയിൻ നമുക്ക് കിട്ടും. നമ്മുടെ ചെയിൻ എത്ര ലെങ്ത്ത് വേണോ അത്രയും ലൂപ്സ് ചെയ്താൽ മതി. ഇതെനിക്ക് 500 grams കുറച്ചായിരുന്നു എൻഡിൽ കിട്ടിയിട്ടുണ്ടായുള്ളൂ അതിൻ്റെ ചെയിൻ ചെയ്യാൻ വേണ്ടി. സോ ഞാൻ ചെറിയ ചെയിനാണ് എടുത്തേക്കുന്നത്. സോ അറൗണ്ട് ഒരു 600 gram ഉള്ള യാൺ വാങ്ങിക്കുവാണെങ്കിൽ കുറച്ചുകൂടെ നീളത്തിൽ ചെയിൻ ചെയ്യാവുന്നതാണ്. ബട്ട് ചെറിയ ചെയിനാണ് എനിക്ക് ഈ ബാഗിന് ആപ്റ്റായിട്ട് തോന്നിയത്. വൺസ് നമുക്ക് ആവശ്യമുള്ള ലെങ്ത്ത് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്കതിൻ്റെ എൻഡ് ടൈറ്റായിട്ട് കെട്ടി വയ്ക്കാം. സോ നല്ല ടൈറ്റായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കോട്ടൺ എടുത്ത് കളഞ്ഞിട്ട് അതിൻ്റെ എൻഡ് ടൈറ്റൻ ചെയ്യാം. So yeah, it's done. അങ്ങനെ നമ്മുടെ DIY മാഷ്മെല്ലോ ബാഗ് റെഡി ആയിട്ടുണ്ട്. ഏകദേശം 25x25 cm ആണ് ഈ ബാഗിൻ്റെ റഫ് ഡയമെൻഷൻസ്. അത്യാവശ്യം എൻ്റെ ഫോണും എൻ്റെ സ്കെച്ച് ബുക്കൊക്കെ എനിക്കിതിൽ ക്യാരി ചെയ്യാം. I really like how this bag turned out. And please let me know what you guys think.